Hello dears, welcome back to ISKC English. Hello dear students. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എപ്പിക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് സവിശേഷതകളായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അനദർ ക്വസ്റ്റ്യൻ, മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാൻ ശ്രദ്ധിക്കും. ഡു യു അഗ്രി വിത്ത് Plato's criticism that the Iliad offers no morals? അതായത് ഇലിയഡ്, ഹോമറിൻ്റെ ഇലിയഡ് എന്ന് പറയുന്ന എപ്പിക് പോയം, ഈ കവിതയെ, എപ്പിക് പോയത്തെ പ്ലാറ്റോ വിമർശിക്കുന്നുണ്ട്. പ്ലാറ്റോയെ കേട്ടില്ലേ? ഗ്രേറ്റ് ഗ്രീക്ക് ഫിലോസഫർ പ്ലാറ്റോ. പ്ലാറ്റോ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഇലിയഡിനെ വിമർശിക്കുന്നുണ്ട്, ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അതിന് കാരണം പറയുന്നത് ഇലിയഡ് ഓഫേഴ്സ് നോ മോറൽസ് എന്നുള്ളതാണ് കാരണം പറയുന്നത്. അതായത് ഇലിയഡ് മനുഷ്യന് ഒരു ധാർമ്മിക പാഠവും നൽകുന്നില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. ധാർമ്മിക പാഠം അല്ലെങ്കിൽ ഗുണപാഠത്തിൻ്റെ അഭാവം, ആബ്സെൻസ് ഓഫ് മോറൽസ്. ഗിവ് എ ഡീറ്റെയിൽഡ് ആൻസർ. ഇതാണ് ക്വസ്റ്റ്യൻ. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. അപ്പം നമുക്ക് ആൻസർ ഒന്ന് നോക്കാം. നിങ്ങൾ യോജിക്കുന്നുണ്ടോ? യെസ്. വൺ ഓഫ് ദി പ്രോബ്ലംസ് അബൌട്ട് ദ ഇലിയഡ് ഈസ് that it does not hold out any guidance or direction as to how to live life. അതായത് ഇലിയഡിൻ്റെ പ്രശ്നങ്ങളിൽ, ഇലിയഡിനുള്ള കുറവുകൾ അല്ലെങ്കിൽ അതിൻ്റെ പോരായ്മകളിൽ ഒന്ന് എന്ന് പറയുന്നത് ഇലിയഡ് ഒരു ഗൈഡൻസ് നൽകുന്നില്ല എന്നുള്ളതാണ്. ഇലിയഡ് ഈസ് ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് ഹോൾഡ് ഔട്ട് എനി ഗൈഡൻസ്. ആളുകൾക്ക് ഇലിയഡ് ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ഇലിയഡിലൂടെ ഹോമർ ഒരു ഗൈഡൻസോ അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ, ആളുകൾക്കൊരു നിർദ്ദേശമോ നൽകുന്നില്ല. ആസ് ടു ഹൗ ടു ലിവ് ലൈഫ്, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, ലൈഫിൽ ആളുകൾക്ക് ഗുണകരമായിട്ടുള്ള ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ ഇലിയഡ് മുന്നോട്ട് വയ്ക്കുന്നില്ല എന്നുള്ളത് അതിൻ്റെ ഒരു അപാകതയായിട്ട് തന്നെയാണ് കാണുന്നത്. എന്നാൽ this was first stated by the Greek philosopher Plato. ഈ ഒരു കുറവ് അല്ലെങ്കിൽ ഈ ഒരു അപാകത, ഇത്തരം ഒരു ന്യൂനത ഇലിയഡിനുണ്ടെന്ന് ആദ്യമായിട്ട് സ്റ്റേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ആദ്യമായിട്ട് പ്രസ്താവിച്ചത് ബൈ ദ ഗ്രീക്ക് ഫിലോസഫർ പ്ലാറ്റോ. ഗ്രീക്ക് ഫിലോസഫർ ആയിട്ടുള്ള പ്ലാറ്റോ ആണ്. മാത്രമല്ല, ഹു റിജക്റ്റഡ് ഹോമേഴ്സ് ഇലിയഡ്. പ്ലാറ്റോ ഹോമറിൻ്റെ ഇലിയഡിനെ റിജക്റ്റ് ചെയ്തു, അതായത് അംഗീകരിച്ചില്ല, എതിർത്തു. എന്താ കാരണം? ഫോർ നോട്ട് ഓഫറിങ് എനി കൺസ്ട്രക്റ്റീവ് മോറൽ but limiting itself to the portrayal of shadowy world of human actions. അതിന് കാരണം പറയുന്നത് ഇലിയഡ് എന്ന് പറയുന്ന ഈ മഹാകാവ്യം അല്ലെങ്കിൽ ഈ എപ്പിക് നോട്ട് ഓഫറിങ് എനി കൺസ്ട്രക്റ്റീവ് മോറൽ, മനുഷ്യന് ഗുണകരമായിട്ടുള്ള ഒരു മോറൽ, ഒരു ധാർമ്മികതയും കവിതയിൽ ഓഫർ ചെയ്യുന്നില്ല. മറിച്ച് ആ കവിതയിൽ മുഴുവനായിട്ട് പോർട്രേ ചെയ്യുന്നത്, ചിത്രീകരിക്കുന്നത് ഷാഡോയി വേൾഡ് ഓഫ് ഹ്യൂമൻ ആക്ഷൻസ്, മനുഷ്യന്റെ പ്രവർത്തനങ്ങളുടെ ഇരുണ്ട ലോകം. അതായത് മനുഷ്യർ കാണിക്കുന്ന ഷാഡോയി വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖങ്ങളുടെയും നിരാശകളുടെയും ആക്രമണങ്ങളുടെയൊക്കെ ലോകം, ദുരന്തങ്ങളും ദുരിതങ്ങളുമാണ്. അത്തരം ഒരു വേൾഡിനെയാണ്, ഷാഡോയി വേൾഡിനെയാണ് ഹോമർ തൻ്റെ ഇലിയഡിൽ വിഭാവനം ചെയ്യുന്നതെന്ന് പ്ലാറ്റോ അഭിപ്രായപ്പെടുന്നു. There is no doubt that the poem reflects the bloody
സൈഡ് ഓഫ് വാർ. നമുക്കും ഒരു സംശയമില്ല, നമ്മളും ഇലിയഡ് കുറെയൊക്കെ കേട്ടില്ലേ, അതിൽ നിന്നും നമുക്കും വ്യക്തമാണ് ആ കവിത, ഇലിയഡ് എന്ന് പറയുന്ന കവിത റിഫ്ലക്റ്റ് ചെയ്യുന്നത് ബ്ലഡി സൈഡ് ഓഫ് വാർ, യുദ്ധത്തിലെ രക്തച്ചൊരിച്ചിലുകളാണ്. ബ്ലഡി സൈഡ് ഓഫ് വാർ. അതുപോലെ തന്നെ പ്രസൻസ് ദ ഗോറി ഡീറ്റെയിൽസ് ഓഫ് ഫൈറ്റ്, ഫൈറ്റിന്റെ ഭയാനകരമായിട്ടുള്ള വളരെ ഭീകരമായിട്ടുള്ള വിവരണങ്ങൾ. ആൻഡ് ദി ഹംബ്ലിംഗ് ആൻഡ് ഡിസോണറിങ് ഓഫ് ലൂസേഴ്സ് ഇൻ ദ മോസ്റ്റ് ഇൻഹ്യൂമൻ മാനർ. അതുപോലെ തന്നെ ലൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധത്തിൽ പരാജയപ്പെടുന്ന ആളുകൾ അനുഭവിക്കേണ്ടി വരുന്ന അവരുടെ ഡിസോണറിങ്ങും അതുപോലെ തന്നെ ഹംബ്ലിങ്ങും, അവരുടെ വളരെ ദയനീയമായിട്ടുള്ള വളരെയധികം അപമാനകരമായിട്ടുള്ള അവരുടെ ആ ഒരു അവസ്ഥകളെ തീർത്തും മനുഷ്യത്വരഹിതമായ രീതിയിൽ അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥകൾ അല്ല, യുദ്ധത്തിൽ പരാജയപ്പെടുന്നവരുടെ ഭാര്യമാരും മക്കളും അവരൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥകൾ, തടവ് പിള്ളികളായി പിടിക്കപ്പെടുന്ന ആളുകൾ അവരൊക്കെ അനുഭവിക്കേണ്ട കാര്യങ്ങൾ, അതൊക്കെ വളരെ മനുഷ്യത്വരഹിതമായ രീതിയിൽ തന്നെ വളരെ പരിതാപകരമായ ഡിസോണറിങ് ആയിട്ടുള്ള അപമാനകരമായ രീതിയിൽ തന്നെ അദ്ദേഹം വരച്ച് കാണിക്കുന്നുണ്ട്. ഈവൻ ദി മഹാഭാരത ഡീറ്റെയിൽസ് ghastly spectacles of violence. മഹാഭാരതത്തിൽ പോലും നമുക്ക് എന്ത് കാണാം? യുദ്ധത്തിന്റെ ഭീകരമായിട്ടുള്ള സ്പെക്ടക്കിൾസ്, വിവരണങ്ങൾ നമുക്ക് കാണാം. ഏതുപോലെ? ആസ് ചില എക്സാമ്പിൾസ് ആണ് കേട്ടോ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ശിശുപാലാസ് ഡീകാപ്പിറ്റേഷൻ, ശിശുപാലന്റെ ശിരച്ഛേദം എന്ന് വെച്ച് കഴിഞ്ഞാൽ തല വെട്ടുന്ന രംഗം. അതുപോലെ തന്നെ ദുര്യോധനാസ് റിപ്പീറ്റഡ് അറ്റംപ്റ്റ്സ് അറ്റ് മർഡറിങ് ഭീമ ആൻഡ് പാണ്ഡവാസ്. പാണ്ഡവന്മാരെയും ഭീമനെയും കൊല ചെയ്യാൻ ദുര്യോധനന്റെ പല ശ്രമങ്ങൾ. ദ പബ്ലിക് മൊളസ്റ്റേഷൻ ഓഫ് ദ്രൗപദി, ദ്രൗപദിയുടെ പീഡനങ്ങൾ, പൊതുവായിട്ട് ദ്രൗപദി നടത്തുന്ന പീഡനങ്ങളും പ്രശ്നങ്ങളും. അശ്വത്ഥാമാസ് slaying of all 5 sons of Draupadi, and finally the annihilation of the Kuru clan in the war. അതുപോലെ തന്നെ അശ്വത്ഥാവ് എന്താ ചെയ്യുന്നത്? അശ്വത്ഥാവ് ചെയ്യുന്നത് slaying all the 5 sons of Draupadi, ദ്രൗപദിയുടെ 5 മക്കളെയും കൊല ചെയ്യുന്നു. ഫൈനലി അനിലേഷൻ ഓഫ് കുരു ക്ലാൻ ഇൻ ദ വാർ. അവസാനം കുരുക്ഷേത്ര യുദ്ധത്തില് കുരു രാജവംശത്തെ, അതായത് കൗരവരും പാണ്ഡവരും അടങ്ങുന്നതാണ് കുരു രാജവംശം. ഈ കുരു രാജവംശത്തെ മൊത്തത്തോടു കൂടി എന്ത് ചെയ്യുന്നു? അനിലേഷൻ, ഉന്മൂലനം ചെയ്യുകയാണ് ആര് ചെയ്യുന്നത്? അശ്വത്ഥാവ് ചെയ്യുന്നത്. The great epic story brings several instances of graphic violence to audience. ഇവിടെ ഈ മഹാഭാരതം ഓഡിയൻസിന് ഒരുപാട് വയലൻസിന്റെ എക്സാമ്പിൾസ്, ഇൻസ്റ്റൻസസ് ഓഡിയൻസിന് മുൻപിൽ അവതരിപ്പിക്കുന്നുണ്ട്. ബട്ട് ദ മഹാഭാരത ഈസ് റിമാർക്കബിൾ ഫോർ ദ ബ്രോഡ് സെക്യുലറിസം വിത്തിൻ ദി പാരാമീറ്റർ ഓഫ് സ്പിരിച്വാലിറ്റി ദാറ്റ് അണ്ടർലൈൻസ് ഭഗവത്ഗീത. ഭഗവത്ഗീത എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭഗവത്ഗീതയുടെ സത്ത എന്ന് പറയുന്നത് ആത്മീയതയാണ്. എന്നാൽ ഈ ഒരു ആത്മീയതയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ മഹാഭാരത സെക്യുലറിസത്തിൻ്റെ, മതേതരത്വത്തിൻ്റെ വിശാലമായ കാഴ്ചപ്പാടുകൾ
അവതരിപ്പിക്കുന്നു എന്നുള്ളത് മഹാഭാരതത്തിന്റെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമായി തന്നെ നമ്മൾ പരിഗണിക്കണം. But this seems to be missing in the Iliad as Plato feels that. ഇത്തരത്തിലുള്ള ഒരു വസ്തുത നമ്മൾ മഹാഭാരതത്തിൽ കണ്ട ഇതുപോലുള്ള ഒരു വസ്തുത നമ്മൾ ഇലിയഡിൽ മിസ്സിംഗ് ആണ്. അതുകൊണ്ട് തന്നെ പ്ലാറ്റോ ഫീൽ ചെയ്ത പോലെ തന്നെ നമുക്കും ഫീൽ ചെയ്യുന്നത് എന്തെന്നെയാണ്? Homer does not offer any moral or political ethic, and the war does not uphold any lessons for humanity. പ്ലാറ്റോയെ പോലെ തന്നെ നമ്മളുടെയും നിലപാട് ഇത് തന്നെയാണ്. ഹോമർ തൻ്റെ ഇലിയഡ് എന്ന് പറയുന്ന കവിതയിൽ അതായത് രാഷ്ട്രീയമായിട്ടോ സാമൂഹികമായിട്ടോ യാതൊരുവിധ മോറലും ഓഫർ ചെയ്യുന്നില്ല. അതിലുപരിയായിട്ട് ഇലിയഡ് യുദ്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു വാർ പോയമാണ്. വാർ ഡസ് നോട്ട് അപ്ഹോൾഡ് എനി ലെസൺസ് ഫോർ ഹ്യൂമാനിറ്റി. മനുഷ്യത്വത്തിന് ഗുണകരമായ ഉപകാരമുള്ള മനുഷ്യത്വത്തിന് പഠിക്കാൻ ഉതകുന്ന നല്ല ഒരു പാഠവും യുദ്ധത്തിന് ഓഫർ ചെയ്യാൻ ഇല്ല. നോക്കൂ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ആൻ എപ്പിക്? ഗിവ് ആൻ എക്സാമ്പിൾ. എന്താണ് എപ്പിക്? എപ്പിക്കുകൾക്ക് എക്സാമ്പിൾ പറയുക. എന്താണ് എപ്പിക്? നോക്കൂ, ഞാൻ നിങ്ങൾക്ക് എന്താണ് എപ്പിക് എന്ന് പറഞ്ഞുതരാം. ദ വേർഡ് എപ്പിക് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ആൻഷ്യന്റ് ഗ്രീക്ക് അഡ്ജക്റ്റീവ് എപ്പിക്കോസ്, which means a poetic story. Poetic story means കവിത രൂപത്തിലുള്ള കഥ എന്നർത്ഥം വരുന്ന ഗ്രീക്ക് വിശേഷണമായ എപ്പിക്കോസിൽ നിന്നാണ് എപ്പിക് എന്ന് പറയുന്ന പദം രൂപപ്പെട്ടു വന്നത്, ഡിറൈവ് ചെയ്ത് വന്നത്, ഉരുത്തിരിഞ്ഞു വന്നത്. ഇൻ ലിറ്ററേച്ചർ, എന്താണ് സാഹിത്യത്തിൽ എപ്പിക് എന്ന് പറഞ്ഞാൽ? സാഹിത്യത്തിൽ ആൻ എപ്പിക് ഈസ് എ ലോങ് നറേറ്റീവ് പോയം. എപ്പിക് ഒരു ലോങ് നറേറ്റീവ് പോയമാണ്. വിച്ച് ഈസ് യൂഷ്വലി റിലേറ്റഡ്. സാധാരണ എപ്പിക്കുകൾ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തുമായിട്ടാണ്? എപ്പിക്കുകൾ റിലേറ്റഡ് ആയിരിക്കുന്നത് ഹീറോയിക് ഡീഡ്സ് ഓഫ് എ പേഴ്സൺ ഓഫ് അൺയൂഷ്വൽ കറേജ് ആൻഡ് അൺപാരലൽഡ് ബ്രേവറി. അസാധാരണമായ ധീരതയും കറേജ് ധൈര്യവുമുള്ള ഒരു ഒരു അമാനുഷിക അല്ലെങ്കിൽ അസാധാരണമായ കഴിവുകളുള്ള ഒരു മനുഷ്യൻ. ആ ഒരു മനുഷ്യന്റെ ഹീറോയിക് ഡീഡ്, വീരോചിത കൃത്യങ്ങളെ വിവരിച്ച് കാണിക്കുന്ന ഒരു ലോങ് നറേറ്റീവ് പോയമാണ് എപ്പിക്. അപ്പോൾ രണ്ട് കാര്യമാണ് പറഞ്ഞത്, ശ്രദ്ധിക്കേണ്ടത്, അടിവരയിടുക. ഒന്ന്, ലോങ് നറേറ്റീവ് പോയമാണ് എപ്പിക്. എന്താണ് എപ്പിക്കിൽ വരച്ച് കാണിക്കുന്നത്? ഒന്നാമത്തെ പോയിന്റ് ഹീറോയിക്, ഒന്നാമത്തെ പോയം ഹീറോയിക് ഡീഡ്സ്. ആരുടെ? സാധാരണ ഒരു മനുഷ്യന്റെ അല്ല. ആ ഒരു മനുഷ്യന്റെ പ്രത്യേകതയായിട്ട് പറയുന്നത് അൺയൂഷ്വൽ കറേജും അൺപാരലൽഡ് ബ്രേവറി. മറ്റാർക്കും പകരം വെക്കാനില്ലാത്ത ധീരതയും അതുപോലെ തന്നെ അൺയൂഷ്വൽ കറേജ്, അസാധാരണമായ ധൈര്യവുമുള്ള മനുഷ്യൻ. അത്തരമൊരു മനുഷ്യന്റെ ഹീറോയിക് ഡീഡ്സിനെ, അത്തരമൊരു ഹീറോയുടെ പ്രവൃത്തി, ആ പ്രവൃത്തിയെ വരച്ച് കാണിക്കുന്ന കവിത, അതാണ് എന്ത്? എപ്പിക്. In order to depict this bravery and courage, the epic uses grandiose style. ഇത്തരത്തിലുള്ള അസാധാരണമായ കറേജും അൺപാരലൽഡ് ബ്രേവറിയുമുള്ള മനുഷ്യൻ, ആ മനുഷ്യന്റെ ഹീറോയിക് ഡീഡിനെ വരച്ച് കാണിക്കുന്നതിന് വേണ്ടി എപ്പിക്ക് ഒരു ഗ്രാൻഡിയോസ് സ്റ്റൈല് ഉൾക്കൊള്ളുന്നു അല്ലെങ്കിൽ സ്വീകരിക്കുന്നു. എന്താ ഗ്രാൻഡിയോസ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ? വളരെ ഉയർന്ന നിലവാരമുള്ള, സാധാരണയിൽ നിന്നെല്ലാം വ്യത്യസ്തമായ വളരെ ഉന്നതമായിട്ടുള്ള ഒരു സ്റ്റൈല് തന്നെ എവിടെ ഉണ്ടായിരിക്കും? നരേറ്റീവ് സ്റ്റൈല് തന്നെ എപ്പിക്കിൽ
ഉണ്ടായിരിക്കും. ഇനി നമ്മളിവിടെ 3 എപ്പിക്കുകളാണ് എക്സാമ്പിൾ ആയിട്ട് പഠിക്കുന്നത്. ഒന്ന് ദ എപ്പിക് ഓഫ് ഗിൽഗമേഷ്, രണ്ടാമത്തേത് ദ ഇലിയഡ്, അടുത്തത് മിൽട്ടന്റെ പാരഡൈസ് ലോസ്റ്റ്. അപ്പൊ സ്റ്റുഡൻസ്, ഇന്നത്തെ ചാപ്റ്ററിൽ ഈ ക്ലാസ്സിൽ നമുക്ക് ഗിൽഗമേഷിന്റെ എപ്പിക്ക് കൂടി ഒന്ന് എന്ത് ചെയ്യാം, ജസ്റ്റ് ആണെന്ന് പറഞ്ഞുതരാം. ബാക്കി അടുത്ത ക്ലാസ്സിൽ കേട്ടോ. ഗിൽഗമേഷ് അല്ലെ, ഒരു വെറൈറ്റി പേരാണ് എന്ത്, ഗിൽഗമേഷ്. പൊതുവെ നമ്മൾ കേൾക്കാത്തൊരു പേരാണ്. ഇദ്ദേഹം ഒരു സുമേറിയൻ കാലഘട്ടത്തിലെ ഒരു കിങ് ആണ്. ഒരു ഗിൽഗമേഷ് ഒരു അസാധാരണ കഴിവുള്ള വ്യക്തിയാണ്. ഞാൻ പറഞ്ഞുതരാം. ദ എപ്പിക് ഓഫ് ഗിൽഗമേഷ് ഈസ് ദ ഫസ്റ്റ് എക്സാമ്പിൾ ഓഫ് ആൻ എപ്പിക്. എപ്പിക്കിനുള്ള ആദ്യത്തെ എക്സാമ്പിൾ ആണ് ഗിൽഗമേഷിന്റെ എപ്പിക്. ഇറ്റ് ടെൽസ് ദ സ്റ്റോറി ഓഫ് ദ ലൈഫ് ഓഫ് ആൻ അസിറിയൻ കിങ് ഗിൽഗമേഷ്. അസിറിയൻ രാജാവായിട്ടുള്ള ഗിൽഗമേഷിന്റെ കഥയാണെന്ത്, എപ്പിക് ഓഫ് ഗിൽഗമേഷ്. അപ്പൊ ഗിൽഗമേഷ് എന്ന് പറയുന്ന എപ്പിക്കിലെ ഹീറോ ആരാ, കിങ് ഗിൽഗമേഷ്, അസിറിയൻ കിങ് ഗിൽഗമേഷ്. അസിറിയൻ കിങ് ആയ ഗിൽഗമേഷ് ആണ് ഇതിലെ ഹീറോ. ലൈക്ക് ഓൾ അതർ എപ്പിക്സ്, മറ്റു എപ്പിക്കുകളൊക്കെ പോലെ തന്നെ ദ നറേറ്റീവ് ഓഫ് ദിസ് എപ്പിക് റിവോൾവ്സ് അറൗണ്ട് ദ തീംസ് റിലേറ്റഡ് ടു ഗോഡ്സ്. സാധാരണ മറ്റ് എപ്പിക്കുകളിലെ പോലെ തന്നെ ഈ എപ്പിക്കിലെ കഥയും റിവോൾവ്സ് അറൗണ്ട് ദ തീം, ഈ തീമുകളെ ചുറ്റിപ്പറ്റിയാണ്. ഏതൊക്കെ, ഗോഡ്സ്. ഈ എപ്പിക് ഓഫ് ഗിൽഗമേഷില് ഗോഡ്സ് ഉണ്ട്, ഹ്യൂമൻ ബീയിങ്സ് ഉണ്ട്, മോർട്ടാലിറ്റി ഉണ്ട്, മരണമുണ്ട്, ലെഗസി പാരമ്പര്യമുണ്ട്, ആൻഡ് സെഡക്ഷൻ സെഡ്യൂസ് ചെയ്യാം, മീൻസ് സെക്ഷുവലി അട്രാക്ട് ചെയ്യാം. Like other epics, it is also composed in a grand style. സാധാരണ മറ്റ് എപ്പിക്കുകളെ പോലെ തന്നെ ഇതും ഒരു ഗ്രാൻഡ് സ്റ്റൈലില്, മഹത്തരമായിട്ടുള്ള സ്റ്റൈലിലാണ് ഇതിൻ്റെയും നിർമ്മിതി. ഗിൽഗമേഷ് ആരാ, ഗിൽഗമേഷ് ഈസ് എ യങ് അരോഗന്റ് കിങ്. വളരെ ചെറുപ്പക്കാരനായ യങ് ആയിട്ടുള്ള അരോഗന്റ്, പ്രൈഡ്, അഹങ്കാരിയും അഭിമാനിയുമായിട്ടുള്ള ഒരു യുവ കിങ് ആണ്. എന്താണ് ഇയാൾ അഭിമാനിക്കുന്നത്, അഹങ്കാരിക്കുന്നത് അറിയോ? ഡ്യൂ ടു ഹിസ് ബീങ് ഹാഫ് ഗോഡ് ആൻഡ് ഹാഫ് ഹ്യൂമൻ. അയാള് ഒരു ഹാഫ് ഹ്യൂമൻ ഹാഫ് ഗോഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ശക്തിയും കഴിവും എല്ലാമുള്ള ഒരു മനുഷ്യൻ. അതിൻ്റെ പേരിൽ അഹങ്കരിക്കുന്ന ആളാണ് എന്ത്, അല്പം അഹങ്കാരം ഗിൽഗമേഷിന് കൂടുതലുണ്ട്. ഹിസ് സ്ട്രെങ്ത് ആൻഡ് മസ്കുലിൻ ബ്യൂട്ടി ബിക്കംസ് എ കോൺസ്റ്റന്റ് സോഴ്സ് ഓഫ് ട്രബിൾ ഫോർ അതേഴ്സ്. അയാളുടെ സ്ട്രെങ്ത്, ഗിൽഗമേഷിന്റെ ശക്തി കൊണ്ടും അയാളുടെ മസ്കുലിൻ ബ്യൂട്ടി കൊണ്ടും, അതായത് പുരുഷ സൗന്ദര്യവും, ഇത് രണ്ടും ഉപയോഗിച്ച് ഇയാൾ മറ്റുള്ളവരെ ദ്രോഹിക്കലാണ് ഇയാളെ പരിപാടി. സംഭവം ആള് രാജാവൊക്കെയാണ്, അപ്പൊ ഇയാളെ ദ്രോഹിക്കാണ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാം. കാരണം ഇത് രണ്ടും വെച്ചുകൊണ്ട് ഇയാൾ ചെയ്യുന്നത് കോൺസ്റ്റന്റ് സോഴ്സ് ഓഫ് ട്രബിൾ ഫോർ അതേഴ്സ്. മറ്റുള്ള ആളുകൾക്ക്, രാജാവാണെങ്കിൽ പോലും ഇയാളൊരു നിരന്തര പ്രശ്നമാണ് എന്ത്, ഗിൽഗമേഷ്. നല്ല ശക്തിയുണ്ട്, നല്ല പുരുഷ സൗന്ദര്യവും ഗിൽഗമേഷിന് ദൈവങ്ങൾ നൽകിയിട്ടുണ്ട്. Therefore, അപ്പൊ ഇങ്ങനെ പോവാണ്. അപ്പൊ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇനി ഞാൻ നിങ്ങൾക്ക് 1-2 കാര്യങ്ങൾ ഇവിടെ വരാത്തത് പറഞ്ഞുതരാം. അതായത് ഞാൻ വായിച്ച് മനസ്സിലാക്കിയ ചില കാര്യങ്ങളാണ്. ഈ ഗിൽഗമേഷിന്റെ സ്വഭാവം എങ്ങനെയാന്ന് വെച്ചു കഴിഞ്ഞാല്, ആദ്യമായിട്ട് ഇപ്പൊ ആ നാട്ടില് ഇപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാല്, അപ്പൊ അയാളുടെ രീതി എങ്ങനെയാന്ന് വെച്ചു കഴിഞ്ഞാല്, ആ ഒരു ബ്രൈഡ്, വധു ഉണ്ടല്ലോ, ആ വധു ഭർത്താവിന്റെ കൂടെ താമസിക്കുന്നതിന് മുൻപ് ഇയാളെ കൂടെ താമസിക്കണം.
അപ്പൊ ഇത് കേൾക്കുമ്പോൾ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഇതൊരു നല്ല രീതി, നല്ല സ്വഭാവം, നല്ല ഒരു ശൈലി, ഒരു രാജാവിന് പറ്റിയ ശൈലിയായിട്ട് തോന്നുന്നില്ലല്ലോ? ഇങ്ങനത്തെ പ്രശ്നങ്ങൾ, കുറച്ച് മനുഷ്യരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇയാൾക്ക് സ്വഭാവങ്ങളുണ്ട്. അങ്ങനെ ദൈവങ്ങൾ ഒരു കാര്യം തീരുമാനിക്കുകയാണ്. ഇതൊക്കെ ഇയാൾക്ക് നൽകിയത് ദൈവങ്ങളാണല്ലോ. ഇയാൾക്കിട്ട് ഒരു പണി കൊടുക്കണം. ഇയാൾക്ക് ഇയാളുടെ പോരായ്മകൾ, ഇയാളൊരു മനുഷ്യനാണ്, ഇയാളുടെ പോരായ്മകൾ ഇതൊക്കെ എന്ത് ചെയ്യണം, ഒരു ബോധ്യപ്പെടുത്തി കൊടുക്കണം. അങ്ങനെ തീരുമാനിക്കുകയാണ്. അതിന് ഭാഗമായിട്ട് ദൈവം മറ്റൊരു പടപ്പിനെ ഉണ്ടാക്കുകയാണ്, സൃഷ്ടിക്കുകയാണ്. അതിൻ്റെ പേരാണ് എൻകിഡു എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ പേരാണെന്ത്? എൻകിഡു. ഇനി കുറച്ച് സംഭവങ്ങളും കഥകളൊക്കെ അരങ്ങേറുന്നുണ്ട്. അങ്ങനെ ഒരു സ്ത്രീയെ, അങ്ങനെ ഈ എൻകിഡുവിനെ കുറിച്ച് ഇയാൾ അറിയാണ്. അങ്ങനെ ഈ എൻകിഡുവും ഇയാളും തമ്മിലുള്ള ഒരു ഫൈറ്റ് ദൈവങ്ങൾ പ്ലാൻ ചെയ്യാണ്. അങ്ങനെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളെ നാട്ടിൽ നിന്നും വളരെ വശീകരണ ശേഷിയുള്ള ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ പറഞ്ഞയച്ചിട്ട് എൻകിഡുവിനെ നാട്ടിലേക്ക് വരുത്താണ്. അങ്ങനെ ഇയാളും എൻകിഡുവും തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുന്നു. ആ ഫൈറ്റിൽ ജയിക്കുന്നത് ഗിൽഗമേഷ് ആണെങ്കിലും പക്ഷെ പിന്നീട് ഇവർ ഫ്രണ്ട്സ് ആവുകയാണ്. അങ്ങനെ ഇയാളുടെ ദുരിതങ്ങൾ തുടർന്നുകൊണ്ടിരിക്കെ, ആളുകളോടുള്ള പ്രയാസങ്ങൾ തുടർന്നുകൊണ്ടിരിക്കെ, ഇതിന് ഒരു പരിഹാരം, ഇയാൾക്കൊരു പണിഷ്മെന്റ് എന്ന നിലയ്ക്ക് ദൈവങ്ങൾ ഹെവനിൽ നിന്നും ഒരു കാളയെ പറഞ്ഞയക്കാണ്. എന്നാൽ ഈ ഗിൽഗമേഷും എൻകിഡു, ഇയാളുടെ ശിങ്കിടി എന്നൊക്കെ പറയാം, എന്ത് ചെയ്യാണ്, ഈ ബുള്ളിനെ കൊല്ലാണ്. ദൈവകോപം ആർക്ക് കിട്ടുകയാണ്? എൻകിഡുവിന്. അങ്ങനെ മാറാ രോഗം ബാധിച്ച് എൻകിഡു മരിക്കുകയാണ്. ഇനി ഞാൻ പറയുന്ന അവിടെ നിന്ന് അങ്ങോട്ട്, ഇനി ഇത്രയും നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു കണക്ഷൻ വരുള്ളൂ. അതിനാണ് ഞാൻ ഈ കഥ നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞു തന്നത്. അങ്ങനെ ഇയാൾ വളരെ ട്രബിൾ ഫോർ അതേഴ്സ്, മറ്റുള്ളവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ രാജ്യം ഭരിച്ചുകൊണ്ട് പോവാണ് ആര്? ഗിൽഗമേഷ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് therefore gods grow sick of, ദൈവങ്ങൾക്ക് എന്ത് ചെയ്യാണ്, ഇയാളോട് ഗ്രോ സിക്ക് എന്ന് പറഞ്ഞാൽ അസുഖം വന്നു എന്നല്ല, ഇയാളുടെ രീതി കണ്ടിട്ട് ദൈവങ്ങൾക്ക് ദേഷ്യം വരാണ്. എന്ത് കണ്ടിട്ട്? ഓഫ് ഗിൽഗമേഷ് അരോഗന്റ് ആൻഡ് ട്രബിൾസം ആറ്റിറ്റ്യൂഡ്, ഇയാളുടെ അഹങ്കാരവും അതുപോലെ തന്നെ ട്രബിൾസം ആറ്റിറ്റ്യൂഡ്, മറ്റുള്ളവർക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന മനോഭാവവും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ദൈവങ്ങൾക്ക് അത് പിടിക്കുന്നില്ല. ഡിസൈഡ് ടു ടീച്ച് ഹിം എ ലെസൺ, അങ്ങനെ ഇയാൾ ഒരു പാഠം പഠിപ്പിക്കാൻ ദൈവങ്ങൾ തീരുമാനിക്കാം. അങ്ങനെ ദൈവങ്ങൾ അതിന്റെ ഫലമായിട്ട് ഹി ഈസ് മെയ്ഡ് ടു ഫൈറ്റ് ഹിസ് ആന്റഗോണിസ്റ്റ് എൻകിഡുമായിട്ട്. ആദ്യം എൻകിഡു ഇയാളുടെ ശത്രുവാണ് കേട്ടോ, ആന്റഗോണിസ്റ്റ് ശത്രു. അതായത് ഇയാൾക്കൊരു പണി കൊടുക്കാൻ വേണ്ടി ദൈവം ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണ് എന്ത്, ഇയാൾ ആദ്യം ഒരാണും പെണ്ണും കെട്ടൊരു ജന്മമാണ് ആര്? എൻകിഡു. ഈ എൻകിഡുവിനെയും ഇയാളെയും തമ്മിൽ ദൈവങ്ങൾ ഫൈറ്റ് ചെയ്യിപ്പിക്കുകയാണ്. പക്ഷെ ആ തല്ലിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഫൈറ്റിൽ ഗിൽഗമേഷ് ജയിക്കുകയാണ്, പക്ഷെ രണ്ടുപേരും ഫ്രണ്ട്സ് ആവുകയാണ്. അങ്ങനെ അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ ബുള്ളിനെ എൻകിഡു കൊല്ലുന്നു. അങ്ങനെ ഇയാൾക്കൊരു പണിഷ്മെന്റ് ആയിട്ട് ദൈവങ്ങൾ മാരാ രോഗം ഇയാൾക്ക് കൊടുക്കുകയാണ്. അങ്ങനെ എൻകിഡു മരണപ്പെടുകയാണ്. അത് ശരിക്കും ഷോക്ക്ഡ് ആവുകയാണ് ആര്? ഗിൽഗമേഷ്. കാരണം താനും മരിക്കും, തനിക്ക് പ്രായമാവുകയാണെന്നുള്ള തോന്നൽ അവിടെ വരികയാണ്. അങ്ങനെ അദ്ദേഹത്തിന് ഒരു വ്യക്തി, അതായത് എന്നും യുവത്വം നിലനിർത്തുന്നതിന് വേണ്ട സഹായിക്കുന്ന ഒരു പ്ലാന്റ് പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു ചെടി, അതായത് പ്ലാന്റ് ഓഫ് ലൈഫ്. അങ്ങനെ അവസാനം ഗിൽഗമേഷ് ഈ എപ്പിക്കില് then go on a long journey, ഒരു നീണ്ട യാത്ര പോവാണ്. ടു ബ്രിങ് ദ പ്ലാന്റ് ഓഫ് ലൈഫ്, യുവത്വം യൗവനം നിലനിർത്തുന്ന ആ പ്ലാന്റ് തേടിയിട്ട്. അത് ഏതോ സമുദ്രത്തിന്റെ അടിയിൽ ലഭിക്കുമെന്നാണ് അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അത് തേടിയൊരു ദീർഘയാത്ര, എ ജേർണി ഓൺ വിച്ച്, അങ്ങനെ ആ യാത്രയിൽ ഹി ലേൺസ് ദ ലെസൺസ് ഓഫ് ലൈഫ്, ദൈവങ്ങള് അയാളെ
ഗിൽഗമേഷിനെ ജീവിത പാഠങ്ങൾ പഠിപ്പിക്കുന്നു. Although the epic is written nearly 4000 years ago, ഈ എപ്പിക്ക് 4000 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയതാണെങ്കിലും critics are unanimous that it is a human work. 4000 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയതാണെങ്കിലും ക്രിട്ടിക്സ് എന്ന് പറഞ്ഞാൽ നിരൂപകർ, അതായത് ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുകൾ, നിരൂപണം ചെയ്യുന്ന ആളുകൾ, ഒരു വർക്കിനെ കുറിച്ച് പഠിച്ച് വിലയിരുത്തി അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള വശങ്ങളെ ചർച്ച ചെയ്യുന്നവർ, പറയുന്നവർ, ഇവരാണ് ക്രിട്ടിക്സ്, നിരൂപകർ. നിരൂപകരെല്ലാം യുനാനിമസ് ആയിട്ട് പറയുന്നത്, ഒരേ സ്വരത്തിൽ ഐക്യത്തോടെ പറയുന്നത് ഇതൊരു മനുഷ്യ സൃഷ്ടിയാണെന്നാണ്. 4000 വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങിയതാണെങ്കിലും ഈ എപ്പിക് ഓഫ് ഗിൽഗമേഷ് ഒരു ദൈവിക സൃഷ്ടിയൊന്നുമല്ല, ഇതൊരു മനുഷ്യ സൃഷ്ടിയാണെന്നാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത്. ഇത് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് മറ്റു 2 എപ്പിക്കുകളാണ്. ഒന്ന് നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇലിയഡും, മറ്റൊന്ന് ജോൺ മിൽട്ടന്റെ പാരഡൈസ് ലോസ്റ്റ് എന്ന് പറയുന്ന പറുദീസ നഷ്ടം. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഗിൽഗമേഷിന്റെ എപ്പിക്കൊക്കെ നിങ്ങൾക്ക് എഴുതാൻ കിട്ടും. ആ പേരുകളും അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് അല്ലെ, ആരാണ് എൻകിഡു, ആ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. എന്നാൽ നിങ്ങൾക്ക് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ കഴിയും, എഴുതാനൊക്കെ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ സാധാരണ പറയുന്ന പോലെ തന്നെ പറയാണ് ഫ്രണ്ട്സ്, നിങ്ങളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാം. അപ്പം ഞാനിത് വീണ്ടും പറയാനുള്ള കാരണം, നമുക്ക് ഇഗ്നോ യൂണിവേഴ്സിറ്റിക്കുള്ള വ്യൂവേഴ്സ് കുറവായത് കൊണ്ടാണ് വ്യൂവേഴ്സിലേക്കൊന്നും മൊത്തം വ്യൂസ് ഒന്നും വരാത്തത്, കുറവായത് കൊണ്ടാണ്. മാക്സിമം നിങ്ങളുള്ള ആളുകൾ കാണുന്നുണ്ട്, മാത്രമല്ല നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സപ്പോർട്ടേഴ്സ് നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ നിങ്ങളെ ഞാൻ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. കാരണം നിങ്ങളെ റെസ്പെക്ട് ചെയ്തിട്ട് ആ രീതിയിൽ തന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ മാക്സിമം നിങ്ങൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. എന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടിയൊക്കെ ഒന്ന് ഉഷാറായിട്ട് എന്ത് ചെയ്യുക, ഒന്നുകൂടിയൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ടും ലൈക്ക് ചെയ്തിട്ടൊക്കെ കുറച്ചുകൂടി ആളുകളിലേക്ക്, കാരണം കുറച്ചുകൂടി ആളുകൾക്ക് ഈ നോട്ടൊക്കെ ഒന്ന് കിട്ടട്ടെ. ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളൊന്ന് ഉഷാറായിട്ടൊന്ന് അറിയിക്കും. ഓക്കെ, താങ്ക്സ് ഫോർ ഓൾ.